പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇൻകം ടാക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പോവാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഡെഫിനിഷന് കൂടിയാണ്. കുറച്ചും കൂടി ഡെഫിനിഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാക്കി കുറച്ചുകൂടി ഡെഫിനിഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, അസസ്സി ആരാണ്? നമ്മൾ പറഞ്ഞു, അസസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സിന് വിധേയനാകുന്ന വ്യക്തിനെയൊക്കെ അസസ്സി എന്ന് വിളിക്കാം. ഇൻകം ടാക്സിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 7 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആൻ അസസ്സി മീൻസ് എ പേഴ്സൺ. ഒരു അസസ്സി എന്ന് പറഞ്ഞാൽ പേഴ്സൺ ആണ്. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാ? 7 കാറ്റഗറി നമ്മൾ മുന്നേ പഠിച്ചു. ഇൻഡിവിജ്വൽ, HUF, ഫേം, കമ്പനി എന്ന് പറഞ്ഞ ലോക്കൽ അതോറിറ്റി, AOP, BOI എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ പഠിച്ചു. ആ അസസ്സി, ആ പേഴ്സൺ, അവരെയാണ് നമ്മൾ അസസ്സി എന്ന് വിളിക്കുക. അതിൽ ആരൊക്കെയാണ് പേഴ്സൺ? ആ പേഴ്സണ് എങ്ങനെ ആയാലാണ് അസസ്സി ആവുക? ഹൂ ലയബിൾ ടു പേ എനി ടാക്സ്. ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം എന്തെങ്കിലും ടാക്സ് കൊടുക്കാൻ ബാധ്യതയുള്ള ഒരാൾ, അയാളൊരു അസസ്സിയാണ്. ഹൂ ഈസ് ലയബിൾ ടു പേ എനി അതർ സം ഓഫ് മണി അണ്ടർ ദിസ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം എന്തെങ്കിലും പണം, വേറെന്തെങ്കിലും പണം, ടാക്സ് അല്ലാത്ത വേറെന്തെങ്കിലും പണം അടക്കാൻ വേണ്ടി ബാധ്യതപ്പെട്ട ഒരാളെയും നമുക്ക് അസസ്സി എന്ന് വിളിക്കാം. എങ്ങനെ? ഇൻട്രസ്റ്റ്, പെനാൽറ്റി, എക്സെട്ര. ഇൻട്രസ്റ്റോ പെനാൽറ്റി, നിയമപ്രകാരം എന്തെങ്കിലും ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ അടക്കാൻ വേണ്ടി അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെയും അസസ്സി എന്ന് പറയും. ടാക്സ് കൊടുക്കുന്ന ആളെ മാത്രമല്ല, ഈ നിയമപ്രകാരം ഒരു പെനാൽറ്റി അടച്ചാലും അയാൾ അസസ്സി എന്ന് വിളിക്കും. ഓക്കെ. ഇൻ റെസ്പെക്റ്റ് ഓഫ് ഹൂം എനി പ്രൊസീഡിങ് അണ്ടർ ദിസ് ആക്ട് ഹാസ് ബീൻ ടേക്കൺ ഫോർ ദി അസസ്മെൻറ്റ് ഓഫ് ഹിസ് ഇൻകം. അയാളെ വരുമാനത്തിൻ്റെ മേലിൽ, അയാളുടെ മേലിൽ ഈ നിയമപ്രകാരം എന്തെങ്കിലും പ്രൊസീഡിങ്സ് ഇൻകം ടാക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അയാളെ വരുമാനം കണക്ക് കൂട്ടാം, അസസ് ചെയ്യാം. ഇപ്പോൾ ഒരു വ്യക്തിൻ്റെ വരുമാനം അസസ് ചെയ്യാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണമെങ്കിൽ ചെയ്യാം. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിർബന്ധമായിട്ടും ഒരാളെ സീസ് ചെയ്തിട്ടോ അയാളെ വീട്ടിൽ കയറി ചെന്നിട്ട് വാറണ്ട് പുറപ്പെടുവിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? അയാളുടെ വരുമാനം കൂട്ടി നോക്കാവുന്നതാണ്. അങ്ങനെ വരുമാനം കൂട്ടി നോക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രൊസീഡിങ്സ് ഒരു വ്യക്തിക്കെതിരെ ഇൻകം ടാക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിനെയും നമുക്ക് ഇൻകം ടാക്സ് നിയമപ്രകാരം അസസ്സി എന്ന് വിളിക്കാം. In respect of whom any proceeding under this act has been taken for the assessment of the income of any other person. വേറെ ഏതെങ്കിലും പേഴ്സൻ്റെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തിനെ എന്തെങ്കിലും നടപടിക്രമങ്ങളിലൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിനെയും നമുക്ക് എന്ത് ചെയ്യാം? അസസ്സി എന്ന് പറയാം. എക്സാമ്പിൾ, ഒരു മൈനർ ചൈൽഡ്, 18 വയസ്സ് തികയാത്ത ഒരു മൈനർ ചൈൽഡ് എന്ന് കരുതാം. ആ മൈനർ ചൈൽഡിന് കുറച്ച് വരുമാനം ഉണ്ടായിട്ടുണ്ട്. അയാളെ വരുമാനത്തിന് ടാക്സ് കൊടുക്കാനുള്ള ബാധ്യത, അത് നോക്കി ചെയ്യേണ്ട, അസസ് ചെയ്യേണ്ടതിൻ്റെ ബാധ്യത അതിൻ്റെ പേരൻസിനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ് മൈനർക്കല്ലേ വരിക? ആർക്കാണ് വരിക? പേരൻസിനാണ് വരിക. അപ്പോൾ മൈനറുടെ ഇൻകത്തിന് വേണ്ടി മറ്റൊരാൾ, പേരൻസ് എന്ത് ചെയ്യുന്നു? ചില പ്രൊസീഡിങ്സിലേക്ക് പോകുന്നു. അവിടെയും നമുക്ക് അപ്പോൾ ആ പേരൻറ്റിനെ എന്ത് വിളിക്കാം? അസസ്സി എന്ന് വിളിക്കാം. മൈനറിൻ്റെ വരുമാനത്തിന് അസസ് ചെയ്യുന്നതും പ്രൊസീഡിങ്സ് ചെയ്യുന്നതും നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതും ആരാണ്? പേരൻസാണ്. അപ്പോൾ ആ പേരൻസിന് വേണമെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അസസ്സി എന്ന് വിളിക്കാം. അതാണ് പറയുന്നത്. ദെൻ ഹൂ ഈസ് ഡീംഡ് ടു ബി അസസ്സി അണ്ടർ എനി പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. ഈ നിയമത്തിൽ ഏതെങ്കിലും ഒരു പ്രൊവിഷനിൽ ഇയാൾ ഡീംഡ് അസസ്സിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാളെയും അസസ്സി ആയിട്ട് കണക്കൂട്ടാം. എന്താ ഡീംഡ് അസസ്സി എന്ന് പറഞ്ഞാൽ? ഒരാളോട് കൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ പറയുകയാണ് ഇയാളാണ് അസസ്സി എന്ന് ഈ നിയമപ്രകാരം പറയാൻ പറ്റുമെങ്കിൽ അയാളും ഡീംഡ് അസസ്സി എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താം. ഡീംഡ് അസസ്സി എന്താണെന്ന് അടുത്ത പാരഗ്രാഫിൽ നാം പറയുന്നുണ്ട്. ഓക്കെ. അത് ഒരു മൈനറെ സംബന്ധിച്ചിടത്തോളം പേരൻറ്റ് ഡീംഡ് അസസ്സിയാണ്. ഒരു ഫോറിനറെ സംബന്ധിച്ചിടത്തോളം അയാളെ ഏജൻറ്റ് ഡീംഡ് അസസ്സിയാണ്. ഒരു ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം അയാൾ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, അയാൾ ഡീംഡ് അസസ്സിയാണ്. അടുത്ത പാരഗ്രാഫിൽ നമ്മൾ പറയുന്നുണ്ട്. അടുത്തത്, ഹൂ ഈസ് ഡീംഡ് ടു ബി അസസ്സി ഇൻ ഡീഫാൾട്ട് അണ്ടർ എനി പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. ഈ നിയമപ്രകാരം ഒരാളെ ഡീംഡ് അസസ്സി ഡീഫാൾട്ട് ഡീംഡ് അസസ്സി ആയിട്ട്, എന്താ ഡീഫാൾട്ട് എടുത്തത്? എന്തെങ്കിലും ഈ നിയമപ്രകാരം ഒരാൾ ഫെയിൽ വരുത്തി, ആ ഫെയിൽ വരുത്തിയെ നമുക്കും ഡീംഡ് അസസ്സി ആയിട്ട് കണക്ക് കൂട്ടാവുന്നതാണ്. ഇങ്ങനെ 6 കാറ്റഗറിയാണ് ഒരു അസസ്സി എന്ന് പറഞ്ഞാൽ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് 2 മാർക്കിന്. ആരാണ് അസസ്സി? ശരിക്കും അസസ്സി എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ നിയമപ്രകാരം എന്തെങ്കിലും പ്രൊസീഡിങ്സോ ടാക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണമോ അല്ലെങ്കിൽ വേറൊരാളുടെ പണത്തിൻ്റെ മേലിൽ ഒരു വ്യക്തി പ്രൊസീഡിങ്സിന് വിധേയനാകുകയോ അല്ലെങ്കിൽ ഒരാളെ ഡീംഡ് അസസ്സിയായി പറയുകയോ അല്ലെങ്കിൽ ഒരാളെ അസസ്സി ഇൻ ഡീഫാൾട്ടായിട്ട്
പറയുകയോ ചെയ്ത ഇവരെ എല്ലാവരെയും നമുക്ക് ഈ നിയമപ്രകാരം സെക്ഷൻ 2 സബ്സെക്ഷൻ 7 പ്രകാരം എന്ത് അസസി എന്ന് പറയാം? അസസി എന്ന് പറയാവുന്നതാണ്. ആരെയാണ് ഒരു അസസി ആയിട്ട് കരുതുക, അല്ലെങ്കിൽ നിനക്കാൻ പറ്റുക, അല്ലെങ്കിൽ കൽപ്പിക്കാൻ പറ്റുക? എ പേഴ്സൺ ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഫോർ സം അതർ പേഴ്സൺ. മറ്റു വ്യക്തികളുടെ വരുമാനത്തിൻ്റെ മേലിൽ ഈ വ്യക്തിനെ അയാളുടെ അസസിയാണ്, അയാൾക്ക് വേണ്ടിയുള്ള കൽപ്പിക്കപ്പെട്ട അസസിയാണ് എന്ന് പറയുകയാണെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് ഡീംഡ് അസസി. എ പേഴ്സൺ ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഫോർ സം അതർ പേഴ്സൺ. മറ്റു വ്യക്തികൾക്ക് വേണ്ടി ഈ വ്യക്തിനെ എന്തായിട്ട് കണക്ക് കൂട്ടുക? അസസി ആയിട്ട് കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെയാണ് ഡീംഡ് അസസി എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിളാണ് പറയുന്നത്, ഒരു ഫോറിനർക്ക് വേണ്ടി ഒരു ഏജൻറ്റ്, ഒരു വിദേശത്താണ് താമസിക്കുന്നത്, പക്ഷേ അയാൾ ഇവിടുന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് വരുമാനം ഉണ്ടാക്കിയാൽ നമ്മൾ കണ്ടു ഇൻഷുറൻസ് ഓഫ് ടാക്സിൽ ഇന്ത്യയിൽ ഏതെങ്കിലും വരുമാനം വിദേശി റിസീവ് ചെയ്താലും ഇവിടെ ടാക്സ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. നോൺ റെസിഡൻറ്റിനും ടാക്സബിൾ ആണ്. അപ്പോൾ അയാൾക്ക് വേണ്ടി ഇവിടെ ഒരു ഏജൻ്റാണ് അയാളുടെ എല്ലാ പ്രൊസീഡിങ്സും ചെയ്യുന്നത്. പിന്നെ അയാൾക്ക് വേണ്ട ടാക്സ് അടക്കുന്നതും മറ്റ് പ്രൊസീഡിങ്സും ചെയ്യുന്നത് എങ്കിൽ അയാളുടെ ഡീംഡ് അസസി ആയിട്ട് ഈ ഏജൻറ്റിനെ കണക്ക് കൂട്ടും. ഒരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മൈനറുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, മൈനർക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി അവരുടെ പേരൻസാണ്. ആ പേരൻസിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ ഇൻകം അയാളാണ് ടാക്സ് കൊടുക്കേണ്ടതെന്നാണ് പറയാം. ഓക്കെ, മൈനറുടെ മൈനർക്ക് വേണ്ടി അയാളുടെ പേരൻസ്, ഒരു ഭ്രാന്തന് വേണ്ടി, ഒരു ലുനാറ്റിക്കിന് വേണ്ടി അയാളൊരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, ഇവരൊക്കെ ഡീംഡ് അസസിക്ക് എക്സാമ്പിളുകളാണ്. Assessee in default. When a person is responsible for doing any work under this act. ഈ ആക്ട് പ്രകാരം എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ട ഒരു വ്യക്തി, ഒരു പേഴ്സൺ, ആൻഡ് ഈ ഫെയിൽസ് ടു ഡു ഇറ്റ്, ആ സംഗതി ചെയ്യാൻ അയാൾ പരാജയപ്പെട്ടു പോയി. അങ്ങനത്തെ ആളുകളെ വിളിക്കുന്ന പേരാണ് അസസി ഇൻ ഡീഫോൾട്ട്. എന്താ അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തി ഈ നിയമം, ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ 7 വിധം കാറ്റഗറിയുള്ള ആളുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരാൾ ഈ നിയമപ്രകാരം എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്യാറുണ്ട്, ഒരു ബാധ്യത ചെയ്യാനുണ്ട്. അങ്ങനെ ബാധ്യത ചെയ്യാനുണ്ട്, ആ ബാധ്യത അയാൾ ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ചെയ്യാൻ മറന്നുപോയി, അല്ലെങ്കിൽ ചെയ്യാൻ പരാജയപ്പെട്ടു പോയി. അങ്ങനെയെങ്കിൽ ആ പരാജയപ്പെട്ടതിനെയാണ് അസസി ഇൻ ഡീഫോൾട്ട് എന്ന് വിളിക്കുക. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഡീംഡ് അസസി ആരാണ്, അസസി ഇൻ ഡീഫോൾട്ട് ആരാണെന്ന്, 2 മാർക്കിന്. ഓക്കെ, അയാളെ വിളിക്കുന്ന പേരാണ് ഈസ് കോൾഡ് അസസി ഇൻ ഡീഫോൾട്ട്. അപ്പോൾ എന്തെങ്കിലും ഈ നിയമപ്രകാരം എന്തെങ്കിലും ചെയ്യാൻ, ഈ നിയമപ്രകാരം അയാൾക്ക് ടാക്സ് കൊടുക്കാനുണ്ട്, അയാൾ ആ ടാക്സ് കൊടുത്തില്ല, അപ്പോൾ അയാൾ എന്ത് വിളിക്കും? അസസി ഇൻ ഡീഫോൾട്ട് എന്ന് വിളിക്കും. ഈ നിയമപ്രകാരം അയാൾക്ക് എന്തെങ്കിലും പെനാൽറ്റി കൊടുക്കാനുണ്ട്, അയാളത് ചെയ്യാൻ മറന്നുപോയി, അയാൾ അസസി ഇൻ ഡീഫോൾട്ട് എന്ന് വിളിക്കും. ഒരു മൈനറുടെ പാരൻസ് മൈനറിന് വേണ്ടി എല്ലാ പ്രൊസീഡിങ്സിലും ചെയ്യേണ്ട വ്യക്തിയാണ്, ടാക്സ് അടയ്ക്കേണ്ടത് മറ്റൊക്കെ ചെയ്യേണ്ട വ്യക്തിയാണ്. മൈനർക്ക് വേണ്ടി ആ പാരൻസ് അത് ചെയ്യാൻ വേണ്ടി മറന്നുപോയാൽ ആ പാരൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? അസസി ഇൻ ഡീഫോൾട്ട് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ, പാൻ നമ്പർ. ഈ പാൻ കാർഡ് എന്ന് പറയുന്ന ആരപേക്ഷിച്ചാലും അസസിങ് ഓഫീസർ നമുക്കത് തരും. അസസിങ് ഓഫീസർ എന്നാൽ ഇൻകം ടാക്സിൻ്റെ ഓഫീസറെയാണ് അസസിങ് ഓഫീസർ എന്ന് വിളിക്കുക. ആർക്ക് വേണമെങ്കിലും പാൻ നമ്പറിന് വേണ്ടി അപേക്ഷിക്കാം, പാൻ കാർഡിന് വേണ്ടി അപേക്ഷിക്കാം. പാൻ കാർഡിന് അപേക്ഷിച്ച ഏത് വ്യക്തിക്കും അസസിങ് ഓഫീസർ എന്ത് ചെയ്യും? അത് അലോട്ട് ചെയ്യും. ആ ടാക്സ് കൊടുക്കുന്ന ആളുകൾക്ക് മാത്രം കൊടുക്കുന്നതല്ല പാൻ കാർഡ്, എല്ലാവർക്കും ഉള്ളതാണ്. ഓക്കെ, പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ, പാൻ. It is a number which the assessing officer may allot to any person for the purpose of identification. ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി അസസിങ് ഓഫീസർ ഏത് വ്യക്തിക്കും അലോട്ട് ചെയ്യപ്പെടുന്ന ഒരു നമ്പറിനെ വിളിക്കുന്ന പേരാണ് പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് 10 ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ്. ഇതിന് 10 ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ്. എന്താ ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ? നമ്പറും ഉണ്ടാവും, ആൽഫബറ്റും ഉണ്ടാവും, അക്കുണ്ടാവും, അക്ഷരം ഉണ്ടാവും ആ നമ്പറിൽ. അങ്ങനെ 10 ഡിജിറ്റാണ്. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു, പാൻ കാർഡ് ഹാസ് ഡാഷ് എന്ന്, 10 ആൽഫ ന്യൂമറിക് നമ്പേഴ്സ്. എത്ര ഉണ്ടാവും? 12 ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ്. അങ്ങനെ ചോദിച്ചിരുന്നു. പാൻ കാർഡ് ഹാസ് ഡാഷ് ക്യാരക്ടേഴ്സ്. എത്ര? 10 ഉണ്ട്. അത് നമ്പർ മാത്രമല്ല, ആൽഫയും ഉണ്ട്, ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ്. ഓക്കെ, ഇനി അടുത്ത ഒന്നാണ് ടാക്സ് ഇവേഷൻ. ടാക്സ് ഇവേഷൻ ഉണ്ട്, ടാക്സ് അവോയ്ഡൻസും ഉണ്ട്. ഇത് പരീക്ഷയ്ക്ക് ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ടാക്സ് ഇവേഷനും ടാക്സ് അവോയ്ഡൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് പല മത്സര പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒന്ന് തന്നെയാണ് ടാക്സ് ഇവേഷൻ, ടാക്സ് അവോയ്ഡൻസ്. അപ്പോൾ എന്താ ടാക്സ് ഇവേഷൻ? 2 വെട്ടിപ്പാണ്. ടാക്സിൻ്റെ വെട്ടിപ്പാണ് ടാക്സ് ഇവേഷനും ടാക്സ് അവോയ്ഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ? വെൻ എ പേഴ്സൺ റെഡ്യൂസസ് ഹിസ് ടോട്ടൽ ഇൻകം ബൈ മേക്കിംഗ് ഫാൾസ് ക്ലെയിംസ് ഓർ ബൈ വിത്ത് ഹോൾഡിംഗ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഹിസ് റിയൽ ഇൻകം.
സോ ദാറ്റ് ഹിസ് ടാക്സ് ലയബിലിറ്റി ഈസ് റിഡ്യൂസ്ഡ് ഈസ് നോൺ ആസ് ടാക്സ് ഇവേഷൻ. എന്താ ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരറിയാലോ, എണ്ണം, അയാളുടെ ടോട്ടൽ ഇൻകം കുറച്ച് കാണിക്കുന്നത്. എങ്ങനെയാണ് ടോട്ടൽ ഇൻകം കുറച്ച് കാണിക്കുന്നത്? അയാളെ യഥാർത്ഥ വരുമാനവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ അയാൾ തടഞ്ഞു വെക്കുന്നു. അതേപോലെ തന്നെ അയാൾ ഫാൾസ് ക്ലെയിംസുകൾ കാണിക്കുന്നു, തെറ്റായ അവകാശവാദം ഉന്നയിക്കുന്നു. എങ്ങനെ? അയാൾക്ക് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ കിട്ടും. ഒരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഒരു വ്യക്തിക്ക് അയാളെ വരുമാനവുമായി ബന്ധപ്പെട്ട റിയൽ ഇൻകവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ മറച്ചു വെച്ചുകൊണ്ടോ തെറ്റായ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടോ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? അയാളെ ടാക്സ് ലയബിലിറ്റി കുറക്കാവുന്നതാണ്. ടാക്സിൻ്റെ ബേർഡൻ, ബാധ്യത കുറക്കാവുന്നതാണ്. അതിനെയാണ് നമ്മൾ ടാക്സ് ഇവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇല്ലീഗൽ, നിയമവിരുദ്ധമാണ്, ഇമ്മോറലാണ്, ആൻറ്റി സോഷ്യലാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാളെ റിയൽ ഇൻകത്തെക്കുറിച്ചുള്ള, സ്രോതസ്സിനെക്കുറിച്ചുള്ള, വരുമാനത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഹോൾഡ് ചെയ്യുകയും പൂഴ്ത്തി വെക്കുകയും തെറ്റായ അവകാശവാദം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോട് പറഞ്ഞിട്ട് അയാളെ ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഈ വരുമാനം കുറച്ച് കാണിക്കുകയും ടാക്സ് ലയബിലിറ്റി കുറച്ച് കാണിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ടാക്സ് ഇവേഷൻ എന്ന് വിളിക്കുന്നത്. അത് ഇല്ലീഗലാണ്, ഇമ്മോറലാണ്, ആൻറ്റി സോഷ്യലാണ്. അപ്പോൾ ഇല്ലീഗൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ടാക്സ് ഇവേഷൻ ആണോ ടാക്സ് അവോയ്ഡൻസ് ആണോ ഇല്ലീഗൽ എന്ന് ചോദിക്കാറുണ്ട്. ടാക്സ് ഇവേഷൻ എന്ത്? ഇല്ലീഗലായിട്ട് കണക്ക് കൂട്ടുന്നത്. അത് നിയമവിരുദ്ധമാണ്. ടാക്സ് ഇവേഷൻ ചെയ്തതായിട്ടൊരു വ്യക്തിയെ കണ്ടെത്തിയ അയാൾക്ക് പെനാൽറ്റിയും നിയമപരമായിട്ടുള്ള മറ്റു പ്രൊസീഡിങ്സുകളും എന്ത് ചെയ്യേണ്ടി വരും? നേരിടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ടാക്സ് ഇവേഷൻ എന്താണ്? ഇല്ലീഗലാണ്. ഒരാൾ ടാക്സ് ഇവേഷൻ നടത്തിയാൽ അത് ഇല്ലീഗലാണ്. കഴിഞ്ഞു ടാക്സ് അവോയ്ഡൻസിലേക്ക് പോകാം. ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത് ലീഗലാണ്. ഇറ്റ്സ് ആൻ ആർട്ട്, ഒരു കലയാണ്, ഓഫ് ഡോഡ്ജിങ് ടാക്സ് വിത്തൗട്ട് ആക്ച്വലി ബ്രേക്കിംഗ് ദ ലോ. നിയമം തെറ്റിക്കാതെ തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു കലയാണ് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ടാക്സ് അവോയ്ഡൻസ് ലീഗലാണ്. ഒരു വ്യക്തിക്ക് തന്ത്രപരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിയമത്തിൽ, ഇൻകം ടാക്സ് ആക്ടിൽ ഉള്ള നിയമത്തിലുള്ള ലൂപ്പ് ഹോൾസുകളുണ്ട്. ആ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ട് അയാളുടെ ടാക്സ് ലയബിലിറ്റി, ടാക്സിൻ്റെ ബേർഡൻ വേണമെന്നുണ്ടെങ്കിൽ കുറക്കാം. ഒരാൾക്ക് കൊടുക്കേണ്ട ടാക്സിൻ്റെ ബേർഡൻ, അയാളെ ബാധ്യത വേണമെന്നുണ്ടെങ്കിൽ ആ നിയമത്തിലുള്ള ചില ലൂപ്പ് ഹോൾസുകളുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് തന്ത്രപരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാവുന്നതാണ്. അതിനെയാണ് നമ്മൾ ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ആർട്ട്, ഒരു കലയാണ്. എന്താണ് ഡോഡ്ജിങ് എന്ന് പറഞ്ഞാൽ? തന്ത്രപരമായിട്ട് എന്ത് ചെയ്യുക? നിയമം തെറ്റിക്കാതെ ടാക്സിൽ നിന്നും ഒഴിവാവുക. അതിലൂടെ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ദ ടാക്സ് ലയബിലിറ്റി ഓഫ് ആൻ അസസിയുടെ അയാളുടെ ടാക്സ് ലയബിലിറ്റി അയാൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കുറക്കാവുന്നതാണ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റെഡ്യൂസിങ് ടാക്സ് ഇൻസിഡൻസ്. ഒരാളുടെ ടാക്സ് ഇൻസിഡൻസ് അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി അയാൾക്ക് എന്ത് ചെയ്യാം? കുറക്കാവുന്നതാണ്. ബൈ അവൈലിങ് എ സർട്ടൻ ലൂപ്പ് ഹോൾസ് ഇൻ ദി ലോ. നിയമത്തിലുള്ള ചില ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അത് നിയമത്തിൽ ഇൻകം ടാക്സ് ആക്ടിൽ കുറേ ലൂപ്പ് ഹോൾസുകളുണ്ട്. ഒരു വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് തന്നെ പറയുന്ന കുറേ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്താൽ ആ തുകക്കൊക്കെ ഇൻകം ടാക്സ് എന്ത് ചെയ്യും? അങ്ങനെ ഉണ്ടാക്കുന്ന വരുമാനത്തിനൊക്കെ ഇൻകം ടാക്സ് എന്ത് ചെയ്യും? ടാക്സിൽ നിന്ന് എക്സംഷൻ, ഒഴിവുകൾ കൊടുക്കും. റിലീഫുകളുണ്ട്, റിബേറ്റുകളുണ്ട്, എക്സംഷൻസ് ഉണ്ട്. ടാക്സിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വരുമാനങ്ങളുണ്ട്. ഇങ്ങനത്തെ വരുമാനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ചില പ്രത്യേക ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുക, ചില പ്രത്യേക ബോണ്ടിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുക. ഗവൺമെൻറ് പറയുന്ന ചില പ്രത്യേക ബോണ്ടുകളിൽ, ഗവൺമെൻറ് പറയുന്ന ചില പ്രത്യേക ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ ആ ഇൻവെസ്റ്റ് ചെയ്ത തുകക്കും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനൊക്കെ സർക്കാർ എക്സംഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റിബേറ്റുകൾ അല്ലെങ്കിൽ റിലീഫുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ടാക്സ് അവോയ്ഡൻസ്. ഇത് നിയമം തെറ്റിക്കല്ല, നിയമത്തിലുണ്ടാവുന്ന ചില ലൂപ്പ് ഹോൾസ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അതിനെ ആക്ച്വൽ നിയമത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആക്ച്വലി ബ്രേക്കിംഗ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ലീഗലാണ്. അപ്പോൾ ടാക്സ് അവോയ്ഡൻസ് ഈസ് ഡാഷ് എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ലീഗൽ. ടാക്സ് ഇവേഷൻ ഈസ് ഇല്ലീഗൽ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. ഒന്നെങ്കിൽ ടാക്സ് ഇവേഷനും ടാക്സ് അവോയ്ഡൻസും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം, അല്ലെങ്കിൽ ഇത് ഏതാണ് ഇല്ലീഗൽ എന്നോ അല്ലെങ്കിൽ ലീഗൽ എന്നോ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഒന്ന് മാത്രം ചോദിച്ചേക്കാം. ഇനി അടുത്തതാണ് ടാക്സ് പ്ലാനിങ്. ഒരു വ്യക്തിക്ക്, ഒരാൾക്ക് അയാളുടെ വരുമാനം വേണമെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന
കുറേ എക്സംഷൻസും റിലീഫ്സും റിബേറ്റൊക്കെ അനുസരിച്ച് നിയമപ്രകാരം അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാൾ വരുമാനത്തെ ഒന്ന് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് ടാക്സ് പ്ലാനിങ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓൺ ഫിനാൻഷ്യൽ അഫയേഴ്സ്. ഒരു വ്യക്തിക്ക് അയാളുടെ ഫിനാൻസ്, അയാളുടെ വരുമാനങ്ങൾ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം ഇൻ സച്ച് എ വേ. എങ്ങനെ? വിത്തൗട്ട് വയലേറ്റിംഗ് ഇൻ എനി വേ ദ ലീഗൽ പ്രൊവിഷൻ. ഈ നിയമം ഇൻകം ടാക്സ് ആക്ട് 1961 പറഞ്ഞിട്ടുള്ള ഒരു നിയമത്തെയും തെറ്റിക്കാതെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അയാളുടെ വരുമാനത്തെ അറേഞ്ച് ചെയ്യപ്പെടാവുന്നതാണ്. അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ ഇന്ന് ടാക്സ് ലയബിലിറ്റിയോ അയാളുടെ വരുമാനത്തിൽ നിന്നുണ്ടാകുന്ന ടാക്സ് ലയബിലിറ്റിയൊക്കെ കുറക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അയാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് അവോയ്ഡൻസ് ചെയ്യുന്ന പോലെ തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം, അയാളുടെ വരുമാനം ടാക്സിൽ നിന്നും ഒഴിവ് കിട്ടുന്ന ചില ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുക. ടാക്സ് ഒഴിവ് പറഞ്ഞിട്ടുള്ള പല എക്സംഷൻസ് ഉണ്ട്, ഒഴിവുകളുണ്ട്, ചില റിബേറ്റുകളുണ്ട്, ചില റിലീഫുകളുണ്ട്. ഇതൊക്കെ എടുത്തിട്ട് അയാളുടെ ഫിനാൻസിനെ, അയാളുടെ വരുമാനത്തെ അയാളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അങ്ങനെ അറേഞ്ച് ചെയ്ത് അയാൾക്ക് എന്ത് ചെയ്യാം, ടാക്സ് ലയബിലിറ്റി കുറക്കാം, റെഡ്യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടാക്സ് പ്ലാനിങ് എന്ന് വിളിക്കുക. ഫുൾ അഡ്വാൻറ്റേജ് ഇസ് ടേക്കൺ ഓഫ് ഓൾ എക്സംഷൻ. അവിടെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ അഡ്വാൻറ്റേജ് എടുക്കുക. എക്സംഷനുമായി ബന്ധപ്പെട്ട് ഒഴിവുകളുമായി പിന്നെ ചില വരുമാനം ഒഴിവാക്കിയിട്ടുണ്ട്, തീരെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ ആ അഡ്വാൻറ്റേജ് ഒക്കെ എടുക്കുക. ഡിഡക്ഷൻസ് ഉണ്ട്, 80C മുതൽ 80U വരെയുള്ള സെക്ഷനിൽ മുഴുവൻ ഡിഡക്ഷനാണ് പറയുന്നത്. ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അത് അയാളുടെ വരുമാനത്തിൽ നിന്ന് കുറക്കാവുന്നതാണ്. ആ ഡിഡക്ഷനൊക്കെ മാക്സിമം അയാൾക്ക് പ്ലാനിങ് ചെയ്താൽ, ടാക്സ് പ്ലാനിങ് ചെയ്താൽ എന്ത് ചെയ്യാം, കുറക്കാവുന്നതാണ്. റിബേറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന ആ റിബേറ്റ് എടുക്കാം, റിലീഫ് എടുക്കാം. ഇതൊക്കെ ഈ നിയമപ്രകാരം പെർമിറ്റ് ചെയ്താണ്. ഈ പെർമിറ്റ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ ഫുൾ അഡ്വാൻറ്റേജ് എടുത്തെടുത്ത് ആ വ്യക്തി അയാളുടെ വരുമാനത്തെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടാക്സ് പ്ലാനിങ് എന്ന് വിളിക്കുക. ഒരു പ്രാവശ്യം 2 മാർക്കിന് ചോദിച്ചിരുന്നു, വാട്ട് ഈസ് ടാക്സ് പ്ലാൻ. എന്താ ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ വരുമാനത്തെ ഈ നിയമത്തിലുള്ള ഈ നിയമം വയലേറ്റ് ചെയ്യാതെ ഈ നിയമത്തിലുള്ള എല്ലാ അഡ്വാൻറ്റേജസും, ഡിഡക്ഷൻസ്, പിന്നെ അതേപോലെ തന്നെ എക്സംഷൻസ്, റിബേറ്റ്, റിലീഫൊക്കെ ഉപയോഗിച്ചിട്ട് അയാളുടെ ടാക്സിൻ്റെ ബേർഡൻ കുറക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ത്, ടാക്സ് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡെഫിനിഷനാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നാളെ മുതൽ ഇതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക് നമ്മൾ പോകും. അപ്പോൾ പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്താണ് അസസ്മെൻറ്റ് ഇയർ, എന്താണ് പ്രീവിയസ് ഇയർ എന്ന് പഠിക്കേണ്ടതുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഒരു പുതിയ വീഡിയോയിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ചത് നല്ലവണ്ണം പഠിക്കുക. എല്ലാ നോട്ട്സും, ഈ പറഞ്ഞ എല്ലാ നോട്ട്സും ഞാൻ വളരെ കൃത്യമായിട്ട് ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട്. അത് നോട്ട്ബുക്സിലേക്ക് എഴുതിയെടുക്കുകയും ചെയ്യാം.